ഹലോ, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തല്ലേ ഇൻട്രൊഡക്ഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഒക്ടോബർ 17 എടുത്ത വീഡിയോ ആകട്ടോ. അതായത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഡേയുടെ അന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിങ്ങ് പോരുന്നു. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോരുന്നു. പതിവ് പോലെ ഷിഫ്റ്റിനിരിക്കാനല്ല, മറിച്ച് ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ട് എല്ലാവരുമായിട്ട് സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഒരു ദിവസം അങ്ങ് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഷിഫ്റ്റിലായിരുന്നു. വർക്ക് ഉണ്ടായതുകൊണ്ട് ഒരു പ്രോഗ്രാമും കാണാൻ പറ്റിയില്ല. നേരെ ചൊവ്വേ ഫുഡ് കഴിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നേരത്തെ അങ്ങ് ഓഫ് എടുത്തേക്കാമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ ഫൗണ്ടേഷൻ ഡേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ലാഷ് മോബ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു ലോബിയിൽ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറേ പേരിങ്ങനെ ബലൂണൊക്കെ വെച്ച് കുറേ അലങ്കരിച്ചിങ്ങനെ കൊണ്ടുപോയി മറ്റേ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഘോഷയാത്ര വരത്തില്ലേ, അതേപോലെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഈ സംഭവം കണ്ടപ്പോഴത്തേക്ക് മറ്റേ കൊറോണയില്ലേ അതിൻ്റെ ഒരു ഷേപ്പായിട്ട് ഓർമ്മ വന്നു. അപ്പോൾ അതെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് പോയി. സ്റ്റേജ് ബാക്ക് സൈഡിലായിരുന്നു, ഞങ്ങളുടെ കാർ പാർക്കിംഗ് ഏരിയയിലായിരുന്നു. അവർ നല്ലൊരു സൂപ്പർ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കുമൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്പോട്ടൊക്കെ കുറേ സ്പോട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചായയും പിന്നെ അല്ലാതെ സ്നാക്സൊക്കെ പോയി കഴിച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പല ബോസിൽ നിന്നുള്ള പല സ്പോട്ടിൽ നിന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോ, ഇതൊക്കെ ടീമിലുള്ള ആൾക്കാരാണ്. പിന്നെ ഇൻഡിവിജ്വൽ ഫോട്ടോ എടുത്തു, പിന്നെ കുറേ സെൽഫികൾ എടുത്തു. അങ്ങനെ ഫോട്ടോസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും വിട്ടു. അപ്പോഴത്തേക്ക് അവർ ജ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് കൂപ്പൺ. ഇതുണ്ടെങ്കിലേ ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ബൺ പൊറോട്ട, പിന്നെ മറ്റേ ചപ്പാത്തി, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിന് ഐസ്ക്രീമും കരിക്ക് പുഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ അതെല്ലാം ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിൽ വന്നു. പിന്നെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ഹരിശങ്കറാണ്. പുള്ളിയുടെ നല്ല തകർപ്പൻ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ DJ ഉണ്ടായിരുന്നു, പിന്നെ സയനേരയുടെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ദിവസം മുഴുവൻ അങ്ങ് എൻജോയ് ചെയ്തു. കാരണം ഒരുപാട് മറ്റേ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ എല്ലാവരുമായിട്ടും ഒത്തുകൂടി സന്തോഷത്തോടെ കുറേ നേരം ഇരുന്നു. അന്ന് ഏകദേശം ഒരു 2-2:30-3 മണിയൊക്കെ ആയി കേട്ടോ പ്രോഗ്രാമൊക്കെ കഴിയാൻ. അപ്പോൾ ബൈ.